ഹായ് മക്കളെ, അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th തേർഡ് ചാപ്റ്റർ ആണ് കേട്ടോ. തേർഡ് ചാപ്റ്റർ എന്ന് വെച്ചാൽ ക്രിയാശീല ശ്രേണിയും രസതന്ത്രവും എന്ന ചാപ്റ്ററിൽ, അതായത് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ തേർഡ് ചാപ്റ്റർ ആണിത്. ക്രിയാശീല ശ്രേണിയും വൈദ്യുതരസതന്ത്രവും അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ചില ലോഹങ്ങളുടെ ക്രിയാശീല ശ്രേണി താഴെ തന്നിരിക്കുന്നു. ആക്റ്റീവ് റിയാക്ടിവിറ്റി സീരീസ് ഓഫ് സം മെറ്റൽസ് ആർ ഗിവൺ ബിലോ. അവിടെ തന്നിരിക്കും നമുക്ക് മെഗ്നീഷ്യം, സിങ്ക്, അയൺ, കോപ്പർ ആൻഡ് ഏജ് അല്ല, നമുക്ക് നമ്മുടെ സിൽവർ തന്നിട്ടുണ്ട്. നോക്കുക, താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ എന്ത് സംഭവിക്കും എന്ന് എഴുതുക. കോപ്പർ സൾഫേറ്റ് ലായനിയിൽ ഒരു കഷ്ണം മെഗ്നീഷ്യം അതായത് Mg താഴ്ത്തി വെക്കുന്നു. അതുപോലെ തന്നെ ഒരു കഷ്ണം സിൽവർ എടുത്തിട്ട് സിങ്ക് സൾഫേറ്റ് ലായനിൽ താഴ്ത്തി വെക്കുന്നു. Write what would happen in the following situation. A piece of magnesium is immersed in a copper sulfate solution. A piece of silver is immersed in a zinc sulfate solution. Okay, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, ഒരു മെഗ്നീഷ്യം പീസ് എടുത്തിട്ട് എവിടേക്ക് ഇമ്മേഴ്സ് ചെയ്ത് വെക്കുക, നമ്മുടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരു സിൽവറിന്റെ പീസ് എടുത്തിട്ട് അത് എവിടേക്ക് നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുന്നു, സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ ബി എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന അയണും സിൽവറും എന്നീ ഇലക്ട്രോഡുകൾ ചേർന്ന് നിർമ്മിക്കുന്ന ഒരു ഗാൽവനിക് സെല്ലിന്റെ പോസിറ്റീവ് ചാർജ് ഇലക്ട്രോഡ് ഏതായിരിക്കും? അതായത് നമ്മൾ വിച്ച് വുഡ് ബി ദ പോസിറ്റീവ് ചാർജ് ഇലക്ട്രോഡ്സ് ഓഫ് ഗാൽവനിക് സെൽസ് മേഡ് അപ്പ് ഓഫ് Fe ആൻഡ് Ag ഇലക്ട്രോഡ്സ്. അതായത് Agയും Fe ഉപയോഗിച്ചുകൊണ്ട് സിൽവറും അതുപോലെ തന്നെ നമ്മൾ അയൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗാൽവനിക് സെൽ നിർമ്മിക്കുകയാണെങ്കിൽ അതിൽ പോസിറ്റീവ് ഇലക്ട്രോഡ് ഏതായിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അപ്പോൾ വേണ്ടത് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കണം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് ഇതിലെ കോൺസെപ്റ്റ് നോക്കാം കേട്ടോ. അപ്പോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രോഡ് കണ്ടിട്ടുണ്ട് അല്ലേ. ഇലക്ട്രോഡ് തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തായിരിക്കും നടക്കുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമുക്ക് അവിടെ ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന്റെ ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. രണ്ടാമത്തത് ഇലക്ട്രോഡ് വെച്ച് നമ്മുടെ ഗാൽവനിക് സെൽ അല്ലേ. അപ്പോൾ രണ്ട് കോൺസെപ്റ്റ്സ് ഉണ്ട് ഇവിടെ. ഒന്നെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം. രണ്ടാമത്തെ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഗാൽവനിക് സെൽ. ആ ഗാൽവനിക് സെല്ലിലുള്ള ആനോഡ്, കാഥോഡ്, ആ കോൺസെപ്റ്റ് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ എന്ത് സംഭവിക്കാൻ പറഞ്ഞിട്ട് രണ്ട് ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എ പീസ് ഓഫ് മെഗ്നീഷ്യം ഇമ്മേഴ്സ് ഇൻ എ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. നമ്മൾ എന്തിരിക്കുന്നു, നമ്മൾ ഒരു കോപ്പർ സൾഫേറ്റ് എടുത്ത് ഒരു ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ഒരു മെഗ്നീഷ്യം ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു ചോദിച്ചിട്ടുണ്ട് അല്ലേ. സോ ആൻസർ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെഗ്നീഷ്യം ആൻസറിലേക്ക് സാർ പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. നമുക്ക് മെഗ്നീഷ്യത്തിന് കോപ്പറിനേക്കാൾ ക്രിയാശീല ശേഷി അതായത് റിയാക്ടിവിറ്റി കൂടുതലുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, മെഗ്നീഷ്യം നമ്മുടെ കോപ്പർ സൾഫേറ്റ് ലൈനിലെ ആദ്യത്തെ ലൈനയുടെ നിലനിർണം ഇല്ലാതാവാനായിട്ട് തുടങ്ങുകയാണ് ചെയ്യുക അല്ലെ. മെഗ്നീഷ്യം ഹാസ് ഹയർ റിയാക്ടിവിറ്റി ദാൻ കോപ്പർ. മെഗ്നീഷ്യം precipitate the copper in the solution. വേറെ ഒന്നുമില്ല, ആൻസർ ഇത്രയേ ഉള്ളൂ. മെഗ്നീഷ്യത്തിന് കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണ്. നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ കിടക്കുന്നത് മെഗ്നീഷ്യം ആണ്, ഏറ്റവും അടിയിലാണ്, അതായത് മെഗ്നീഷ്യത്തേക്കാൾ താഴെയാണ് കോപ്പർ കിടക്കുന്നത്. കൊണ്ട് അവിടെ എന്ത് സംഭവിക്കും, നമുക്ക് മെഗ്നീഷ്യത്തിന് രാസപ്രവർത്തന ശേഷി അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് മെഗ്നീഷ്യം ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് കോപ്പർ സൾഫേറ്റ് ലൈനിൽ നിന്ന് ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്തുകൊണ്ട് കോപ്പർ സൾഫേറ്റ് ലൈനയുടെ നീലനിറം ഇല്ലാതാക്കുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെയാണ് മക്കളെ, കോപ്പർ സൾഫേറ്റിന് അറിയാലോ നീലനിറമാണ് കേട്ടോ. കോപ്പർ സൾഫേറ്റ് ബ്ലൂ കളർ ആയിരിക്കുള്ളൂ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ബ്ലൂ കളർ ആയിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് കോപ്പറിനേക്കാളും റിയാക്റ്റീവ് ആയിട്ടുള്ള ഏതൊരു മെറ്റൽ വെച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ നീലനിറം ഇല്ലാതാക്കൂടാ. ഓക്കെ, ഏത് മെറ്റൽ വെച്ചാൽ അതായത് കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കൂടിയ ഏതെങ്കിലും ഒരു മെറ്റൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കും, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുകയും അതിന്റെ ഫലമായിക്കൊണ്ട് കോപ്പർ സൾഫേറ്റിന്റെ നിറം ഇല്ലാതാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊരു കോൺസെപ്റ്റ്സ് ആണ്, അതാണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടത്തേക്ക് അതായത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, അടുത്തൊരു ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് നമ്മൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി നമുക്ക് എന്താ പറയുന്നത്, ഒരു സിൽവർ പീസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സിങ്ക് സൾഫേറ്റിലേക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സിങ്ക് സൾഫേറ്റ് ബീക്കറിൽ എന്താ സൊല്യൂഷൻ ഉള്ളത്, ബീക്കറിലുള്ള സൊല്യൂഷൻ ആണ് സിങ്ക് സൾഫേറ്റ് ആണ്. ആ സിങ്ക് സൾഫേറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു സിൽവറിന്റെ പീസ് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കിക്കൊള്ളണം, സിങ്കിനേക്കാളും റിയാക്ടിവിറ്റി കുറവാണ് സിൽവറിന് അല്ലെ. സിങ്കിനേക്കാളും റിയാക്ടിവിറ്റി കുറവാണ് സിൽവറിന്. അപ്പൊ നോക്കാം, നമുക്ക് ആൻസർ നോക്കാം, എന്താ സംഭവിക്കുക, നമുക്കൊന്നും സംഭവിക്കില്ല അല്ലെ. അതായത് നോ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ദർ, അവിടെ ഒരു തരത്തിലുള്ള റിയാക്ഷൻ സംഭവിക്കില്ല. കാരണം എന്താണ്, നമ്മൾ എടുത്തിരിക്കുന്ന സിൽവറും സിങ്ക് ആണ്. സിങ്കിനേക്കാളും റിയാക്ടിവിറ്റി കുറവാണ് സിൽവർ, അതുകൊണ്ട് അവിടെ എന്ത് നടക്കില്ല, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കില്ല കേട്ടോ. ഓക്കെ, അപ്പൊ രണ്ട് കോൺസെപ്റ്റ്സ് നല്ല അടിപൊളിയായിട്ട് മനസ്സിലാക്കണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി എന്താ പറയുക, നമുക്ക് നമ്മളുടെ Feയും Agയും സിൽവറും അതുപോലെ തന്നെ അയൺ എടുക്കുകയും ചെയ്യുക. സിൽവറും അയൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതായിരിക്കും നമുക്ക് പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് അല്ലെ. പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ ആനോഡ്,
നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ കാഥോഡ് ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ വിച്ച് വുഡ് ബി ദ പോസിറ്റീവ്ലി ചാർജ് ഇലക്ട്രോഡ്സ് ഓഫ് ഗാൽവനിക് സെൽ മേഡ് അപ്പ് ഓഫ് Fe ആൻഡ് Ag ഇലക്ട്രോഡ്സ്. Feയും Agയും വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ആ റിയാക്ടിവിറ്റീസ് നോക്കുമ്പോൾ ഏറ്റവും റിയാക്ടിവിറ്റി കുറവ് ഏതായിരിക്കുള്ളൂ, നമുക്ക് അടിയിൽ കിടക്കുന്നതാണ്. അടി എന്ന് പറയുമ്പോൾ നമുക്ക് ഏതായിരിക്കും വരിക, Ag ആണ് അല്ലെ, സിൽവർ ആയിരിക്കും വരിക. സിൽവറിനേക്കാളും മുകളിലാണ് എന്ത് കിടക്കുന്നത്, അയൺ കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് Ag ആയിരിക്കും എന്തായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്, അവിടുത്തെ പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിട്ട് ആക്ട് ചെയ്യാൻ പോകണം. അപ്പൊ ആൻസറിലേക്ക് പോകാൻ നമുക്ക് എന്താ ആൻസർ എന്ന് പറയുന്നത് Ag ആണ് കേട്ടോ, പോസിറ്റീവ് ഇലക്ട്രോഡ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ആകെ 2 കോൺസെപ്റ്റ് വന്നിട്ടേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഗാൽവനിക് സെല്ലിലുള്ള, അതായത് നമ്മൾക്ക് പറഞ്ഞിരിക്കുന്ന റിയാക്ടിവിറ്റി സീരീസ് ഇല്ലേ, ആ റിയാക്ടിവിറ്റി സീരീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു നമ്മുടെ ബി ക്വസ്റ്റൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്തോളണം, നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ല വൃത്തിയായിട്ട് പഠിച്ചോളണം. കുറച്ചധികം എക്സാമ്പിൾസ് ഉണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ മെറ്റീരിയലൊക്കെ ആയിട്ട്. അപ്പൊ അതും പഠിച്ചോളണം. പ്ലസ് എന്ത് ചെയ്തോളണം, നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ്, ആ റിയാക്ടിവിറ്റി സീരീസിന്റെ ഓർഡറും ഒന്ന് നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നമ്മൾ നേരെ പോകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സോ നോട്ട് ദ മെറ്റൽസ് ആൻഡ് സൊല്യൂട്ട് ഗീവൺ ഇൻ ദ ബോക്സ് ബിലോ. താഴെ എന്ത് തന്നിട്ടുണ്ട്, താഴെ കുറച്ച് ലോഹങ്ങളും ലോഹലായനികളും തന്നിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. സിങ്ക് ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, കോപ്പർ ഉണ്ട്, സിൽവർ ഉണ്ട്. ഇതാണ് നമ്മുടെ മെറ്റൽസ് എന്ന് പറയുന്നത്, ലോഹങ്ങൾ എന്ന് പറയുന്നത്. ഇനി അവിടുത്തെ സൊല്യൂഷൻ നോക്കി നമുക്ക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ട്, മെഗ്നീഷ്യം സൾഫേറ്റ് സൊല്യൂഷൻസ് അല്ലെ. 2 സൊല്യൂഷൻ ഉണ്ട്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ തന്നിട്ടുണ്ട്, മെഗ്നീഷ്യം സൾഫേറ്റ് സൊല്യൂഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ എബവ് മെറ്റൽ ഷുഡ് ബി സെലക്ടഡ് ഫോർ മേക്കിംഗ് ഗാൽവനിക് സെൽസ്. അതായത് ഒരു ഗാൽവനിക് സെൽ നിർമ്മിക്കുന്നതിന് മുകളിൽ തന്നിരിക്കുന്നവയിലെ ഏതെല്ലാം ലോഹങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കുക അല്ലേ. അതായത് നമ്മളൊരു ഗാൽവനിക് സെൽ നിർമ്മിക്കാൻ പോവുകയാണ്. അത് നിർമ്മിക്കാൻ പോവുകയാണെങ്കിൽ ഈ മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്, ഏതൊക്കെ മെറ്റൽസ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ക്വസ്റ്റ്യൻ നോക്കിയേ, ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ ആനോഡ് ആൻഡ് കാഥോഡ് ഓഫ് ദി സെൽ. അതായത് നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന സെല്ലിലെ ആനോഡും കാഥോഡും ഏതെന്ന് തിരിച്ചറിഞ്ഞ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, അതാണ്. ഇനി അടുത്ത അതുപോലെ നമുക്ക് അവിടെ ഒരു ക്രിയാശീലകത്തിന്റെ ക്രമം തന്നിട്ടുണ്ട് കേട്ടോ. റിയാക്ടിവിറ്റി ഓർഡർ അവിടെ തന്നിട്ടുണ്ട്, അത് നോക്കണം നിങ്ങൾ. ഇനി ക്വസ്റ്റ്യൻ സി ഒന്ന് നോക്കിയേ. സിയിൽ എന്താ പറയുന്നത്, റൈറ്റ് ദ റിഡോക്സ് റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദിസ് സെൽ. ഈ സെല്ലിൽ നടക്കുന്ന റിഡോക്സ് റിയാക്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സെല്ലിൽ നടക്കുന്ന റിഡോക്സ് രാസപ്രവർത്തനം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് റിഡോക്സ് രാസപ്രവർത്തനം എന്ന് പറയുന്നത്, വേറെ ഒന്നുമില്ല, ആ സെല്ലിൽ നടക്കുന്ന ഓക്സിഡേഷനും റിഡക്ഷനും അല്ലെ. അതായത് ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുന്ന പ്രോസസ് നമ്മൾ എന്താ പറയുന്നത്, ഓക്സിഡേഷൻ എന്ന് പറയും. ഇലക്ട്രോൺസ് റിസീവ് ചെയ്യുന്ന പ്രോസസ് നമ്മൾ എന്ത് പറയും, റിഡക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ നിരോക്സീകരണം എന്ന് പറയും നമ്മൾ കേട്ടോ. അപ്പൊ നിരോക്സീകരണവും ഓക്സീകരണവും, അതായത് ഓക്സിഡേഷനും റിഡക്ഷനും തമ്മിൽ കൂടിച്ചേരുന്ന പ്രോസസ്സ് നമ്മൾ പറയുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കോൺസെപ്റ്റുകൾ നോക്കി. ആദ്യം നമ്മൾ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ടെക്സ്റ്റ് ബുക്കിലുള്ള കേട്ടോ. ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിലെ കോൺസെപ്റ്റ്. ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടത്, ഗാൽവനിക് സെൽ ആണ് വേണ്ടത്. രണ്ടാമത്തെ എന്ന് വെച്ചാൽ അതും ഗാൽവനിക് സെല്ലിന്റെ പ്രവർത്തനം തന്നെയാണ്, പക്ഷേ റിയാക്ടിവിറ്റി സീരീസിനെ പതുക്കൊന്ന് ആ ഭാഗത്തേക്ക് ഒന്ന് കൊണ്ടുവന്നാൽ മതി കേട്ടോ. മൂന്നാമത്തെ എന്താ നമുക്ക് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ റിഡോക്സ് റിയാക്ഷൻ ആണ്. അതായത് ഗാൽവനിക് സെല്ലിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് വന്നിരിക്കുന്നു, റിഡോക്സ് റിയാക്ഷൻ വന്നിരിക്കുന്നു കേട്ടോ. അപ്പൊ റിഡോക്സ് റിയാക്ഷൻ എന്താണെന്ന് നമ്മളൊന്ന് പഠിച്ചു വെച്ചോളണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റൻ എന്തായിരുന്നു, വിച്ച് ഓഫ് ദ എബവ് മെറ്റൽ ഷുഡ് ബി സെലക്ടഡ് ഫോർ മേക്കിംഗ് ഗാൽവനിക് സെൽ. അതായത് ഒരു ഗാൽവനിക് സെൽ നിർമ്മിക്കുകയാണെങ്കിൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയായിരിക്കും എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഇലക്ട്രോഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ട് അല്ലെ. നോക്കിയേ, ഇവിടെ നമുക്ക് സിങ്ക് ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, കോപ്പർ ഉണ്ട്, സിൽവർ ഉണ്ട്. സിങ്കും മെഗ്നീഷ്യം എന്താണ് നമുക്ക് അടുപ്പിച്ചെടുക്കാൻ പറ്റില്ല, കാരണം സിങ്കും മെഗ്നീഷ്യം തൊട്ടടുത്ത് കിടക്കുന്നവരാണ് അല്ലെ. അപ്പോൾ ഒരുപാട് ഡിസ്റ്റൻസ് ഉള്ള 2 ഇലക്ട്രോഡുകളെ നമ്മൾ എടുത്തോളണം. ഒരുപാട് ഡിസ്റ്റൻസ്, അതായത് മുകളിൽ കിടക്കുന്നതും നമ്മുടെ റിയാക്ടിവിറ്റി സീരീസിൽ ഏറ്റവും മുകളിൽ വരുന്നതും ഏറ്റവും താഴെ വരുന്നതുമായിട്ടുള്ള ആളുകളെ, അതായത് മെറ്റൽസ് ആണെങ്കിൽ മെറ്റൽസ്, അതിന് നമ്മൾ കൺസിഡർ ചെയ്യണം ഫസ്റ്റ്. ഏറ്റവും മുകളിൽ കിടക്കുന്ന ഒരാളെയും ഏറ്റവും താഴെ കിടക്കുന്ന ഒരാളെയും നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സുഖമായിട്ട് എന്ത് നടക്കും, അവിടെ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ നടക്കും. അല്ലെങ്കിൽ സംഭവിക്കും, ഇലക്ട്രോൺ ട്രാൻസ്ഫർ വളരെ കുറവായിരിക്കുള്ളൂ, കാരണം അവ തമ്മിലുള്ള റിയാക്ടിവിറ്റി വളരെ കുറവല്ലേ ഉണ്ടാവും. റിയാക്ടിവിറ്റിയിൽ വ്യത്യാസം വളരെ കുറവുണ്ടാവുള്ളൂ. നമ്മളെപ്പോഴും എന്താ പറയുക, കുറച്ചധികം വ്യത്യാസമുള്ള ഇലക്ട്രോഡുകളെ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പൊ നമുക്കിവിടെ സിങ്ക് ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, കോപ്പർ ഉണ്ട്, അതുപോലെ തന്നെ സിൽവറും ഉണ്ട് അല്ലെ. ഇവിടെ നമുക്ക് എന്താ പറയാ, സിങ്കും മെഗ്നീഷ്യം തൊട്ടടുത്ത് കിടക്കുന്നവരാണ്, എടുത്തിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് മെഗ്നീഷ്യം സിങ്കിനേക്കാൾ മുകളിൽ കിടക്കുന്നതാണ് അല്ലേ.
അപ്പോൾ നമുക്ക് മെഗ്നീഷ്യം എടുക്കാൻ പറ്റും, കോപ്പർ എടുക്കാൻ പറ്റും. അപ്പോൾ മെഗ്നീഷ്യം കോപ്പർ എടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ മക്കളെ സാറിപ്പ് ഇത് പറഞ്ഞപ്പോൾ ഈസി ആയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സുഖമായിട്ടെന്ന് അറിയാം. കാരണം നമ്മൾ ഓൾറെഡി എന്ത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചിട്ടുണ്ട്. ആ റിയാക്ടിവിറ്റി സീരീസിൽ എന്താ പറയുക, ഡിസ്റ്റൻസ് എന്താ പറയുക, രണ്ടുപേരും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലുള്ള ഏതാണെന്ന് നോക്കണം കേട്ടോ. അതായത് നമ്മൾ ആ റിയാക്ടിവിറ്റി സീരീസിൽ ഏറ്റവും മുകളിൽ കിടക്കുന്ന ഒരാളും ഏറ്റവും താഴെ കിടക്കുന്ന ആളുകളെയും വേണം എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ഒരു സെല്ല് നിർമ്മിക്കുമ്പോൾ ഇലക്ട്രോഡായിട്ട് കൺസിഡർ ചെയ്യാൻ എടുക്കാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ എടുക്കാൻ പറ്റും, നമുക്ക് മെഗ്നീഷ്യവും കോപ്പറായിട്ട് എടുക്കാൻ പറ്റും. മെഗ്നീഷ്യവും കോപ്പറാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. നോക്കുക, നമ്മുടെ ആൻസറിലേക്ക് ഒന്ന് പോയി നോക്കാം. നമുക്ക് നോക്കിയേ ആൻസർ ഉണ്ടോ, നമ്മൾ എന്താണ് നമ്മുടെ എ എന്ന് പറഞ്ഞാൽ നമുക്ക് മെഗ്നീഷ്യം, ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എയിലെ ആൻസർ എന്ന് പറയുന്നത് മെഗ്നീഷ്യം ഒരു ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നു. അടുത്ത ഇലക്ട്രോഡ് എന്താണ് നമുക്ക് കോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ബി, ഈ സെല്ലിലെ ആനോഡ് കാഥോഡ് ഇവ ഏത് തിരിച്ചറിയാൻ പറ്റും അല്ലേ. ആനോഡും കാഥോഡും വേണം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ആനോഡും കാഥോഡും മനസ്സിലാക്കുന്നത്, അതായത് കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഇലക്ട്രോൺസ് വിട്ടുകൊടുത്തുകൊണ്ട് പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറാം അല്ലെ. ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറുന്ന ആളാണ് നമ്മൾ എന്താ പറയുക, ആനോഡ് എന്ന് പറയുന്നത്. പക്ഷെ ഗാൽവനിക് സെല്ലിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഗാൽവനിക് സെല്ലിൽ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറും. പക്ഷെ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ എന്താണ്, നെഗറ്റീവ് ചാർജ് ആണ്. കാരണം നമ്മുടെ എന്താ പറയുക, നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന അമീറ്ററോ ഗാൽവനോമീറ്ററോ അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്ററോ ഉണ്ടാകും. അതിന്റെ ചാർജാണ് നമ്മളവിടെ റെപ്രസെന്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്തായിരിക്കും ഉള്ളത്, അത് നെഗറ്റീവ് ചാർജ് ആയിരിക്കുള്ളൂ. ആനോഡ് ചാർജ് എന്താണ്, ഗാൽവനിക് സെല്ലിൽ മാത്രം ആനോഡ് ചാർജ് നെഗറ്റീവ് ആണ്. യെസ് മക്കളെ, അപ്പൊ നമ്മൾ ഒരു ഗാൽവനിക് സെല്ല് കൺസിഡർ ചെയ്യുമ്പോഴേ ഗാൽവനിക് സെല്ല് ഓർത്ത് വെച്ചോളാം, ഗാൽവനിക് സെല്ല് ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവും ആണ് കേട്ടോ. ഓക്കെ, മാറിപ്പോകരുത്. സോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ സെല്ലുകളിലും ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ മാത്രം ഒരു എന്താ പറയാ, ഒരു എക്സെപ്ഷണൽ കേസ് ആയിട്ട് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ അപ്പൊ ഈ സെല്ലിലെ ആനോഡ് കാഥോഡ്, ഇവിടെ നമുക്ക് ആനോഡായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും, ഇലക്ട്രോൺ ഏറ്റവും മുകളിൽ കിടക്കുന്നത് ആരാണ്, മെഗ്നീഷ്യം അല്ലേ. അപ്പൊ ആനോഡായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, മെഗ്നീഷ്യം ഉപയോഗിക്കാം. കാഥോഡായിട്ട് നമുക്ക് ഇതുണ്ട്, ഏറ്റവും അടി കിടക്കുന്ന ആളാണ് കോപ്പർ അല്ലെ. അപ്പൊ നോക്കി ആൻസറിലേക്ക് പോകാൻ, നമുക്ക് ആൻസർ എന്താണ്, നമുക്ക് ആനോഡ് മെഗ്നീഷ്യവും കാഥോഡ് എന്താ, നമുക്ക് കാഥോഡ് കോപ്പറും ആണ്. ആനോഡ് മെഗ്നീഷ്യവും കാഥോഡ് എന്താ, നമുക്ക് കോപ്പറും ആണ്. ഇനി ഇവിടെ നമുക്ക് എന്നറിയോ, മെഗ്നീഷ്യം, ഇവിടെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, ഈ സെല്ലിൽ നടക്കുന്ന റിഡോക്സ് പ്രവർത്തനം എഴുതാൻ പറ്റുന്നുണ്ട് അല്ലെ. റിഡോക്സ് രാസപ്രവർത്തനം വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്ക് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ലോസ് ഓഫ് ഇലക്ട്രോൺസും ഗെയിൻ ഓഫ് ഇലക്ട്രോൺസും കേട്ടോ. ലോസ് ഓഫ് ഇലക്ട്രോൺസും ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോ റിയാക്ഷൻ നോക്കുമ്പോൾ എന്താ പറയുന്നത്, നമുക്ക് നമ്മുടെ മെഗ്നീഷ്യത്തിലും കോപ്പറിൽ നടക്കുന്ന റിയാക്ഷൻ പറയുന്നത് അല്ലെ. മെഗ്നീഷ്യത്തിലും കോപ്പറിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, നേരെ റിയാക്ഷനിലേക്ക് പോകാം നമുക്ക്. സോ Mg+ എന്താ, Mg+ Cu2+ സംഭവിക്കും, നമുക്ക് Mg2+ Cu ആയിട്ട് മാറും. അതായത് ഈ റിയാക്ഷന്റെ ബേസിക്സ് ആണെന്ന് പറഞ്ഞുതരാം. അതായത് നമുക്ക് ഇവിടെ ഇവിടെ നമുക്ക് Mg ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ Mg റിയാക്ഷൻ സാറെന്ന് എഴുതുകയാണ്, Mg gives എന്തായിട്ട് മാറും, നമുക്ക് Mg2+ +2 ഇലക്ട്രോൺസ് അല്ലെ, 2 ഇലക്ട്രോൺസ് ആയിട്ട് മാറും. ഇനി കോപ്പർ ആണെങ്കിലോ, കോപ്പറിലാണെങ്കിൽ Cu2+ ഈ ഇലക്ട്രോൺസ് ഇവിടേക്ക് വരും, 2 ഇലക്ട്രോൺസ് ഗീവ്സ് എന്തായിട്ട് മാറും, നമുക്ക് Cu ആയിട്ട് മാറും കേട്ടോ. അതിനാ എന്താ പറയുക, റിഡോക്സ് റിയാക്ഷൻ ആയിട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഓക്സിഡേഷനും അല്ലെങ്കിൽ ഓക്സീകരണവും, ഓക്സിഡേഷൻ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയുന്നവരാണ് ഓക്സീകരണം എന്നും, രണ്ടാമത്തെ നമുക്ക് എന്ന് പറയുന്നത് റിഡക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. റിഡക്ഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം എന്ന് പറയുന്നത് നമ്മൾ. അപ്പൊ ഓക്സിഡേഷനും റിഡക്ഷനും കൂടി ഒരുമിച്ച് വരുന്ന പ്രോസസ്സ് നമ്മൾ പറയുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയും. ഓക്കെ, ഓക്സിഡേഷനും റിഡക്ഷനും കൂടിയിട്ട് ഒരുമിച്ച് വരുന്ന റിയാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ അല്ലെങ്കിൽ റിഡോക്സ് രാസപ്രവർത്തനം എന്ന് പറയും കേട്ടോ. അപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്സിഡേഷൻ നടക്കുന്ന എവിടെയാണോ അതായിരിക്കും എന്ത് പറയുന്നത്, ആനോഡ് എന്ന് പറയുന്നത്. റിഡക്ഷൻ നടക്കുന്ന എവിടെയാണോ അതായിരിക്കും എന്ന് പറയുന്നത്, നമുക്ക് കാഥോഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഓക്സിഡേഷൻ നടന്നു കഴിയുമ്പോൾ എന്ത് ചാർജ് കിട്ടും, ഓക്സിഡേഷൻ നടക്കുമ്പോൾ അതിന് പോസിറ്റീവ് ചാർജ് കിട്ടും. റിഡക്ഷൻ നടക്കുമ്പോൾ എന്ത് കിട്ടും, അതിന് നെഗറ്റീവ് ചാർജ് കിട്ടും. പക്ഷെ നമുക്ക് ഇവിടെ നമ്മുടെ ഗാൽവനിക് സെല്ലിൽ മാത്രം, ഗാൽവനിക് സെല്ലില് ആനോഡ് ചാർജ് നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ കാഥോഡ് ചാർജ് പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ, ഗാൽവനിക് സെല്ലിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ സെല്ലുകളിലും നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടുത്തെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ, റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഗാൽവനിക് സെല്ല് കേട്ടോ. അതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്കോ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കേട്ടോ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം, നമുക്ക് നോക്കാം. നമ്മളിവിടെ ഇലക്ട്രോലൈസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ഈസ് പെർഫോംഡ്. നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്, സോഡിയം ക്ലോറൈഡ് ഇലക്ട്രോലൈസ് അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഒരു പോർഷൻ ആണ്
ഇലക്ട്രോലൈസ് ഓഫ് സോഡിയം ക്ലോറൈഡ്. രണ്ട് പോർഷൻ നമുക്ക് പഠിക്കാനുണ്ട്. എന്താ? ഇലക്ട്രോലൈസ് ഓഫ് സോഡിയം ക്ലോറൈഡ് ഉണ്ട്, ഇലക്ട്രോലൈസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഉണ്ട് അല്ലേ. ഓക്കെ, ഇനി ചിലപ്പോൾ എന്താ പറയുക, സോഡിയം ക്ലോറൈഡ് എന്നായിരിക്കില്ല ചോദിക്കുന്നത്, മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് എന്ന് ചോദിക്കുന്നത്. നമുക്ക് സോഡിയം ക്ലോറൈഡ് ഉണ്ട്, മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ഉണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ് നമുക്ക്. ഓക്കെ, ഇനി ഇലക്ട്രോലൈസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ചോദിച്ചാലോ അത് വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, രണ്ടും വ്യത്യസ്തമായ ടോപ്പിക്സ് ആണ്. ഇവിടെ നമ്മൾ എടുക്കുന്നത് എന്താ? ഇലക്ട്രോലൈസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്, അതായത് ഉരുകിയ സോഡിയം ക്ലോറൈഡിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? വൈദ്യുത വിശ്ലേഷണം ചെയ്യാൻ പോവുകയാണ്, ഇലക്ട്രോലൈസിസ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ മക്കളെ ശ്രദ്ധിക്കുക, ഉരുകിയ സോഡിയം ക്ലോറൈഡിനെ വൈദ്യുത വിശ്ലേഷണം നടത്തുന്നു. അതായത് നമ്മൾ ഇലക്ട്രോലൈസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് നമ്മൾ ഇലക്ട്രോലൈസിസ് നടത്തുകയാണെങ്കിൽ, എന്ത് ഇലക്ട്രോലൈസിസ് നടത്തുകയാണെങ്കിൽ? മോൾട്ടൺ സോഡിയം ക്ലോറൈഡിന്, ഉരുകിയ സോഡിയം ക്ലോറൈഡിന് ഇലക്ട്രോലൈസിസ് നടത്തുകയാണെങ്കിൽ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ആർ ദ അയോൺ പ്രസന്റ് ഇൻ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്? അതായത് ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ അടങ്ങിയിരിക്കുന്ന അയോണുകൾ ഏതെല്ലാം? നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മോൾട്ടൺ സോഡിയം ക്ലോറൈഡിനകത്തേക്ക് കറണ്ട് കടത്തി വിടുമ്പോൾ എന്ത് സംഭവിക്കും? സോഡിയം ക്ലോറൈഡ് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് പാർട്ടായിട്ട് മാറും. ഓക്കെ, അതിനകത്തുള്ള അയോണുകൾ, പോസിറ്റീവ് അയോൺസ് ഉണ്ടാകും, നെഗറ്റീവ് അയോൺസ് ഉണ്ടാകും. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഗ്യാസ് ഈസ് ലിബറേറ്റഡ് അറ്റ് ദ പോസിറ്റീവ് ഇലക്ട്രോഡ് ഡ്യൂറിങ് ഇലക്ട്രോലൈസിസ്? അതായത് നമ്മൾ ഇലക്ട്രോലൈസിസ് നടത്തുമ്പോൾ മസ്റ്റായിട്ട് എന്ത് വേണം? നമുക്ക് ആനോഡും വേണം, കാഥോഡും വേണം, രണ്ട് ഇലക്ട്രോഡ് വേണം. ഇതിൽ ഏത് ഇലക്ട്രോഡിലേക്കാണ് നമുക്ക് എന്ത് പറയാം? പറഞ്ഞു നോക്കിയേ, വിച്ച് ഗ്യാസ് ഇസ് ലിബറേറ്റഡ് അറ്റ് ദ പോസിറ്റീവ് ഇലക്ട്രോഡോ ഡ്യൂറിങ് ഇലക്ട്രോഡ്? അതായത് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് ഇലക്ട്രോഡ് ഉണ്ട് മക്കളെ, ഒന്ന് നെഗറ്റീവ് ഇലക്ട്രോഡും മറ്റേത് പോസിറ്റീവ് ഇലക്ട്രോഡും. ആ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ലിബറേറ്റ് ചെയ്യപ്പെടുന്ന ഗ്യാസ് ഏതാണ്? അല്ലെങ്കിൽ പോസിറ്റീവ് ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന ഗ്യാസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അത് കാഥോഡിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ കാഥോഡ്. അതായത് കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഈ റിയാക്ഷൻ നടത്തുമ്പോൾ, ഇലക്ട്രോലൈസിസ് നടത്തുമ്പോൾ നമ്മുടെ കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് വായിച്ചു നോക്കണം. ഇവിടെ നമ്മുടെ കോൺസെപ്റ്റ് എന്താണ്? നമുക്ക് ഇലക്ട്രോലൈസിസ് അല്ലേ. ഇലക്ട്രോലൈസിസ് എങ്ങനെ നടത്തുന്നത്? നമുക്ക് ആനോഡ് വേണം, കാഥോഡ് വേണം, ഇലക്ട്രോലൈറ്റ് വേണം, പിന്നെ കൂടാതെ നമുക്ക് എന്ത് വേണം? നമ്മൾ അവിടെ ഒരു കറണ്ടും അപ്ലൈ ചെയ്യണം അല്ലെ. ഇത്രയും അപ്ലൈ ചെയ്താൽ മാത്രമേ എന്തായിട്ട് മാറുള്ളൂ? ഇലക്ട്രോലൈസിസ് ആയിട്ട് മാറുള്ളൂ. ഇലക്ട്രോലൈസിസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോലൈസിസിലൂടെ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ മോൾട്ടൺ NaCl സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, ദെൻ NaCl സൊല്യൂഷൻ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇലക്ട്രോലൈസിസിലൂടെ, വൈദ്യുത വിശ്ലേഷണത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജലത്തെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, ജലത്തെ വിഭജിക്കാൻ പറ്റും, വിഘടിപ്പിക്കാൻ പറ്റും നമുക്ക്. ദെൻ ഉരുകിയ ഉപ്പിനെ വിഘടിപ്പിക്കാൻ പറ്റും നമുക്ക്. പിന്നെ ഉപ്പ് ലായനിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിഘടിപ്പിക്കാൻ പറ്റും കേട്ടോ, അല്ലെങ്കിൽ വിഭജിക്കാൻ പറ്റുന്നുണ്ട്. സോ അതാണ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? നേരെ അതിന്റെ ആൻസറിലേക്ക് പോകണം നമ്മൾ കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു മക്കളെ? വിച്ച് ആർ ദ അയോൺ പ്രസന്റ് ഇൻ എ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്? അതായത് ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ അടങ്ങിയിരിക്കുന്ന അയോൺ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് NaCl അല്ലേ. NaCl എടുത്തു, NaCl. ഈ NaCl എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് എന്തായിട്ട് മാറുന്നറിയോ? നേരെ Na പ്ലസ് Cl മൈനസ് ആയിട്ട് മാറും. കണ്ടോ? അതായത് NAക്ക് എന്ത് ചാർജ് കിട്ടി? NAക്ക് പോസിറ്റീവ് ചാർജും ക്ലോറിന് എന്ത് കിട്ടി? നമുക്ക് നെഗറ്റീവ് ചാർജ് കിട്ടി അല്ലെ. അപ്പൊ രണ്ട് അയോണുകൾ ഉണ്ട് ഇവിടെ. നമുക്ക് ഈ രണ്ട് അയോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NaCl ഉരുകി കഴിയുമ്പോൾ, സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിട്ട് മാറും? നമുക്ക് കറണ്ട് കൊടുക്കണം കേട്ടോ. കറണ്ട് കൊടുക്കുമ്പോൾ സ്പ്ലിറ്റ് ആവുള്ളൂ. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? നമുക്ക് Na പ്ലസും ദെൻ Cl മൈനസ്, അതായത് സോഡിയം അയോൺസും ക്ലോറൈഡ് അയോൺ ആയിട്ട് മാറും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സോഡിയം അയോണും അതുപോലെ തന്നെ ക്ലോറൈഡ് അയോൺ ആയിട്ട് മാറും കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? നമുക്ക് ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് എടുക്കണ്ടില്ലേ, എന്താണ്? നമുക്ക് സോഡിയം അയോൺസ് അല്ലേ. നമുക്ക് എന്താണ് വരുന്നത്? ഒന്നാമത്തെ ആൻസർ ഒന്നാമത് സോഡിയം അയോൺസും പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് രണ്ടാമത്തെ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ക്ലോറൈഡ് അല്ലേ. സോഡിയം അയോൺസും ക്ലോറൈഡ് അയോൺസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോഡിയം അയോൺസും ക്ലോറൈഡ് അയോൺസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയി നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അത് ബി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമുക്ക് അങ്ങനെ നമ്മളിവിടെ വൈദ്യുത വിശ്ലേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ പറയാ, നമ്മുടെ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ലിബറേറ്റ് ചെയ്യപ്പെടുന്ന ഗ്യാസ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകുന്ന ഗ്യാസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് പോസിറ്റീവ് ചാർജ് അല്ലെ. പോസിറ്റീവ് ചാർജിലേക്ക് പോകുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. വേറെ ഒന്നുമില്ല, NaCl ഇല്ലേ. NaCl സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എന്തായിട്ട് മാറി? Na പ്ലസും Cl മൈനസ് ആയിട്ട് മാറിയില്ലേ. ഓക്കെ, നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, സെയിം ചാർജസ് റിപ്പൽഷൻ ആയിരിക്കുള്ളൂ അല്ലെ. പോസിറ്റീവ് റിപ്പൽ ചെയ്യും, പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ട് ചെയ്യില്ലേ. പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ട് ചെയ്യും, പോസിറ്റീവ് റിപ്പൽ ചെയ്യും. അതുപോലെ തന്നെയാണ് നെഗറ്റീവും
റിപ്പൽ ചെയ്യും. ഓക്കെ, റിപ്പൽ വികർഷിച്ചു പോകും. നമുക്ക് ദെൻ നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിലോ അട്രാക്ട് ചെയ്യും അല്ലെ. സെയിം മെത്തേഡ് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അതായത് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ഏത് പോകുള്ളൂ? നെഗറ്റീവ് ചാർജ് അല്ലേ പോകുള്ളൂ. പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ഏത് പോകുള്ളൂ? നെഗറ്റീവ് ചാർജ് പോകുള്ളൂ. അപ്പൊ എന്താ നമുക്ക് പോകുന്നത്? പോസിറ്റീവ് ഇലക്ട്രോഡിലെ പോസിറ്റീവ് പെടുന്ന ഏത് ഗ്യാസ് ആയിരിക്കുള്ളൂ? ക്ലോറിൻ ഗ്യാസ് ആയിരിക്കുള്ളൂ കേട്ടോ. ഇതേ ഉള്ളൂ, ഈ ഒരു കോൺസെപ്റ്റ് ഉള്ളൂ, ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. NaCl നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Na+Cl- ആയിട്ട് മാറും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റൻ ആൻസർ എന്തായിരുന്നു? ഏതൊക്കെ അയോൺ ഉണ്ടാകുന്നു? ഏതൊക്കെ അയോൺ ഉണ്ടാകുന്നു? സോഡിയം അയോൺസും ദെൻ ക്ലോറിൻ അയോൺസ് ആയിട്ട് മാറുന്നു. രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താ വെച്ചിരിക്കുന്നത്? നമുക്ക് ഏത് ഗ്യാസ് ആണ് പോസിറ്റീവ് ഇലക്ട്രോഡിൽ വന്നിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലെ. പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവിലേക്ക് ഒരിക്കലും പോസിറ്റീവ് വരില്ല. പോസിറ്റീവിലേക്ക് എന്ത് വരുള്ളൂ? നമുക്ക് നെഗറ്റീവ് അല്ലേ വരുള്ളൂ. അപ്പൊ നെഗറ്റീവ് ചാർജ് എന്താ ഇതിനുള്ളത്? ഏതിനാണുള്ളത്? ഇവിടെ നമുക്ക് നെഗറ്റീവ് ചാർജ് ഉള്ളത് ക്ലോറിനാണ്. അപ്പൊ ക്ലോറിൻ എന്ത് ചെയ്യും? പോസിറ്റീവിലേക്ക് പോകും കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ കാഥോഡ്. കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം എന്ന് പറയുന്നത്, കാഥോഡ് എന്ന് പറയുമ്പോൾ ചാർജ് എന്തുള്ള നമുക്ക് അവിടെ? കാഥോഡിന് നെഗറ്റീവ് ചാർജ് ആണ് അല്ലെ. കാഥോഡിന് എന്തുള്ള നമുക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഈ നെഗറ്റീവ് ചാർജിലേക്ക് ആരാ പോകുന്നത്? നെഗറ്റീവ് ചാർജിലേക്ക് ആര് പോകുള്ളൂ? അതിന്റെ ഓപ്പോസിറ്റ് ചാർജ്. നെഗറ്റീവിന്റെ ഓപ്പോസിറ്റ് ചാർജ് ഏതാണ്? പോസിറ്റീവ് അല്ലെ. അപ്പൊ നെഗറ്റീവിലേക്ക് ആര് പോകും? പോസിറ്റീവ്. Na+ അല്ലേ പോകുന്നത്. Na+ എവിടേക്ക് പോകുന്നു? Na+ നേരെ പോകുന്നത് നോക്കിക്കോട്ടെ മക്കളെ. Na+ എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ കാഥോഡിലേക്കാണ് പോകുന്നത്. ഇലക്ട്രോൺസ് അല്ലേ ഉള്ളത്. അപ്പൊ ഇവിടെ ഒരു പ്ലസ് ഉണ്ട് ഒരു മൈനസ് ഉണ്ട്, രണ്ടും പോകും. ബാക്കി എന്തായിട്ട് മാറും? നമുക്ക് Na ആയിട്ട് മാറും. എന്തായിട്ട് മാറും? നമുക്ക് Na ആയിട്ട് മാറും. അതായത് അവിടെ നടക്കുന്ന റിയാക്ഷൻ ഇതാണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. റിയാക്ഷൻ നോക്കിയോളൂ. Na+ എന്തുമായിട്ട് കൂടിച്ചേരും? നേരെ എവിടേക്കാണ് പോകുന്നത്? കാഥോഡിലേക്ക് പോകുന്നത്. കാഥോഡിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് അല്ലെ. അപ്പൊ Na+ഉം ഇലക്ട്രോൺസ് തമ്മിൽ കൂടിച്ചേർന്ന് എന്തായിട്ട് മാറും? നമുക്ക് സോഡിയം ആയിട്ട് മാറണം ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഇത്രയേ ഉള്ളൂ കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ NaCl ഇലക്ട്രോളൈസിസ് സംഭവിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ, NaCl ഇലക്ട്രോളൈസിസ് സംഭവിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ അത് Na+ഉം Cl- ആയിട്ട് മാറും. Na+ഉം Cl- ആയിട്ട് മാറുന്നുണ്ട്. Na+ഉം Cl- ആയി മാറിക്കഴിഞ്ഞാൽ അത് സംഭവിക്കും. Na+ എന്ന് പറയുന്നത് നമ്മുടെ കാഥോഡിലേക്ക് പോകും. Cl- എന്ന് പറയുന്നത് ആനോഡിലേക്ക് പോകും. സാർ ഇതുമായി കണക്ട് ചെയ്തുകൊണ്ട് വേറൊരു ഇക്വേഷൻ കൂടി പറയാൻ നമുക്ക്, നമ്മൾ സോഡിയം ക്ലോറൈഡ് ലായനിയാണെന്ന് വിചാരിക്കുക. സോഡിയം ക്ലോറൈഡ് ലായനിയിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത് എങ്കിൽ നോക്കിക്കോളൂ. സോഡിയം ക്ലോറൈഡ് ലായനി എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും? NaCl ഉണ്ട്, പ്ലസ് അതുപോലെ തന്നെ H2O ഉണ്ട്, വാട്ടർ മോളിക്യൂൾസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇത് സ്പ്ലിറ്റ് ചെയ്യണ്ട. ഇത് സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിട്ട് മാറും? നമുക്ക് Na++Cl- ആയിട്ട് മാറും. ഓക്കെ, സോഡിയം ക്ലോറൈഡ്. ഇനി സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ അല്ലേ. അപ്പൊ H2O അല്ലേ. H2O സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് എന്തായിട്ട് മാറും? നമുക്കിവിടെ OH- പ്ലസ് H2 ആയിട്ട് മാറും. ഇക്വേഷൻ സ്റ്റേബിൾ അല്ല കേട്ടോ. ഇക്വേഷൻ നമുക്ക് സ്റ്റേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ്? OH- H2 ആയിട്ട് മാറും. ഇവിടെ ചാർജ് ഉണ്ട്, ഇതിന്റെ പോസിറ്റീവ് ചാർജ് ഉണ്ട്, H2 ആയിട്ട് മാറും. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തോളണം? നമ്മുടെ ആനോഡിലേക്കും കാഥോഡിലേക്കും പോകുന്ന കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം മക്കളെ. ഇവിടെ നോക്കുക, നമ്മള് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ആരൊക്കെ പോകും? പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ആര് പോകും? നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് ആരൊക്കെ പോകും എന്നുള്ളത് കണ്ടുപിടിക്കാൻ പോകും. നമുക്ക് പോസിറ്റീവ് ഇലക്ട്രോഡ് പോസിറ്റീവ് ചാർജ് അല്ലേ. പോസിറ്റീവ് ചാർജിലേക്ക് ആരൊക്കെ പോകും? ഇവിടുന്ന് ആർക്കൊക്കെ നെഗറ്റീവ് ഉണ്ട്? OH-നും ഉണ്ട്, Cl-നും ഇല്ലേ. അപ്പൊ ആരൊക്കെ പോകും? നമുക്ക് Cl-ഉം പോകും, പിന്നെ OH- പോകും അല്ലെ. കണ്ട രണ്ടുപേര് പോയിട്ടാ. ഇനി നെഗറ്റീവിലേക്ക് ആരൊക്കെ പോകും? നെഗറ്റീവിലേക്ക് രണ്ട് പോസിറ്റീവ് ചാർജ് ഇല്ലേ. ആരൊക്കെയാണ്? Na+ഉം Na+ഉം പിന്നെ എന്താ നമുക്ക് H+ അല്ലെ. ഇവർ രണ്ടുപേരാണ് എവിടേക്ക് പോവുക? നെഗറ്റീവിലേക്ക് പോവുക കേട്ടോ. ഇതാണ് നമ്മളുടെ NaCl സൊല്യൂഷന്റെ എന്താ പറയുന്നത്? സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന്റെ കേട്ടോ. ഇതെന്താ പറയുക? നമ്മള് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന്റെ ഇലക്ട്രോലൈറ്റ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വളരെ സിമ്പിൾ ആണ്. സാർ ഇതുമായി കണക്ട് ചെയ്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന്റെ കേട്ടോ. സൊല്യൂഷന്റെ ഇലക്ട്രോലൈറ്റ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതും കൂടി എന്ത് ചെയ്തോളണം? നമ്മൾ ഈ ക്വസ്റ്റ്യനുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്കിപ്പ് ചെയ്യുന്ന ഒരു ഭാഗം കൂടെയാണിത്. കാരണം ഈ സ്കിപ്പ് ചെയ്യാനുള്ള റീസൺ കാരണം കൊണ്ടല്ല, ചാർജ് വരുമ്പോഴാണ്. ചാർജ് വരുമ്പോൾ സാറി പറഞ്ഞ പോലത്തെ ഐഡിയ ഉപയോഗിച്ചാൽ മതി. അതായത് പോസിറ്റീവ് നെഗറ്റീവിലേക്ക് പോകും, നെഗറ്റീവ് എവിടേക്കും പോസിറ്റീവിലേക്ക് പോകും എന്നുള്ളൊരു ബേസിക് കോൺസെപ്റ്റ്സ് നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നമ്മളുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ അല്ലേ. ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് എന്താ പറയാ? അവിടെ ഒരു ഗാൽവനിക് സെൽ ഉണ്ട് അല്ലേ. ഒരു ഗാൽവനിക് സെൽ ഉണ്ട്. ഈ ഗാൽവനിക് സെൽ ഡയഗ്രാം നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഡയഗ്രാം നോക്കിയാൽ മക്കൾ എല്ലാവരും ഡയഗ്രത്തിൽ നമുക്ക് എന്താ പറയുന്നത്? നമുക്ക് രണ്ട് ബീക്കർ ഉണ്ട് അവിടെ. ഈ രണ്ട് ബീക്കറിലും എന്താ ഉള്ളത്? രണ്ട് ഇലക്ട്രോലൈറ്റ് ഉണ്ട്, രണ്ട് ഇലക്ട്രോഡുകൾ ഉണ്ട് അല്ലെ.
സോ ഫസ്റ്റ് ബീക്കറിൽ നോക്കിയേ, ഫസ്റ്റ് ബീക്കറിൽ നമുക്കുള്ള ഇലക്ട്രോഡ് ഏതാണ്? നമുക്ക് സിങ്ക് അല്ലെ, സിങ്ക് റോഡ് ഉണ്ട്. സിങ്ക് റോഡാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സിങ്ക് ഇലക്ട്രോഡ് ഉണ്ട്. സിങ്ക് ഇലക്ട്രോഡ് എന്തിലാണ് ഡിപ്പായിരിക്കുന്നത്? സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ അല്ലെ. അപ്പൊ അവിടുത്തെ ഇലക്ട്രോലൈറ്റ് എന്താണ്? ഇലക്ട്രോലൈറ്റ് സിങ്ക് സൾഫേറ്റ് ആണ്. ഇലക്ട്രോലൈറ്റ് സിങ്ക് സൾഫേറ്റ് ആണ്. ഇനി അടുത്ത ബീക്കറിലേക്ക് നോക്കിയാൽ അടുത്ത ബീക്കറിൽ ഒരു കോപ്പർ റോഡ് ഉണ്ട്. ഈ കോപ്പർ റോഡ് എന്തിലാണ് ഡിപ്പായിരിക്കുന്നത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ കേട്ടോ. ഇതിലാണ് നമുക്ക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലാണ് ഡിപ്പായിരിക്കുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് സിങ്ക് റോഡിനെയും കോപ്പർ റോഡിനെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സോൾട്ട് ബ്രിഡ്ജ് കണ്ടു. ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? നമുക്ക് ഒരു സോൾട്ട് ബ്രിഡ്ജ് പ്രസന്റ് ആണ് ഇവിടെ. സോ കൂടാതെ നമ്മളൊരു വോൾട്ട് മീറ്ററൂടെ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. വോൾട്ട് മീറ്ററിന്റെ ചാർജ് ആണ് നെഗറ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. വോൾട്ട് മീറ്റർ ചാർജ് ആണ് നെഗറ്റീവ്. അതായത് വോൾട്ട് മീറ്ററിന്റെ എൻഡ് ഉണ്ടാവില്ലേ, ആ എൻഡാണ് നെഗറ്റീവ് എൻഡ്, ഇപ്പുറത്തെ എൻഡ് പോസിറ്റീവ് എൻഡ് കേട്ടോ. അതാണ് നമ്മൾ എന്തായിട്ട് ഗാൽവനിക് സെല്ലിൽ നമ്മുടെ ആനോഡിന്റെ ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നെഗറ്റീവും പോസിറ്റീവും കേട്ടോ. ഇനി ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ്. ഇലക്ട്രോൺസ് എങ്ങോട്ടാ മൂവ് ചെയ്യുക? ഇലക്ട്രോൺസ് ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തുണ്ടാവും? നമുക്ക് കറണ്ടിന്റെ ഫ്ലോ ഉണ്ടാവുന്നത് കേട്ടോ. ഓക്കെ, ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവുന്നത് കറണ്ടിന്റെ ഫ്ലോ ഉണ്ടാവുന്നത് കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരെ ക്വസ്റ്റിനിലേക്ക് വരാം കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിയേ, എ പിക്ചർ ഓഫ് ഗാൽവനിക് സെൽ ഇസ് ഗീവൺ. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു ഗാൽവനിക് സെല്ലിന്റെ പിക്ചർ കണ്ടിട്ടുണ്ട് അല്ലെ. ഒരു ഗാൽവനിക് സെല്ലിന്റെ പിക്ചർ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കുക, വാട്ട് ഈസ് ദ എനർജി ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ ഗാൽവനിക് സെൽ? നോക്കിയേ, ഒരു ഗാൽവനിക് സെല്ലിൽ നടക്കുന്ന ഊർജ്ജ മാറ്റം എന്താണ്? രാസമാറ്റം, അതായത് അവിടെ നടക്കുന്ന ഊർജ്ജം, അതായത് എനർജി ചേഞ്ചസ് എങ്ങനെ നടക്കുന്നു? എനർജി ചേഞ്ചസ് എന്ത് തരത്തിലുള്ള എനർജി ചേഞ്ചസ് ആണ് അവിടെ നടക്കുന്നത് അല്ലെ. സോ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഈസ് ആൻ ആനോഡ് ഇൻ ദി സെൽ? ഇതില് ഏതാണ് ആനോഡ്? നമുക്ക് ആനോഡും കാഥോഡും കണ്ടുപിടിക്കണം കേട്ടോ. ഇതിൽ ഏതാണ് ആനോഡ് എന്ന് പറയുന്നത്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ക്വസ്റ്റ്യൻ സി നോക്കിയേ, വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ കെമിക്കൽ റിയാക്ഷൻ ടേക്ക് പ്ലേസ് അറ്റ് ആനോഡ്? അതായത് നമ്മുടെ ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ ഡി എന്ന് പറയുന്നത്, അറ്റ് വിച്ച് ഇലക്ട്രോഡ് ഡസ് ദ ഓക്സിഡേഷൻ ടേക്ക് പ്ലേസ്? ഏതാണ്? ഏത് ഇലക്ട്രോഡിലാണ് ഓക്സീകരണം നടക്കുന്നത്? ഏത് ഇലക്ട്രോഡിലാണ് ഓക്സീകരണം നടക്കുന്നത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലെ. വളരെ സുഖമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതലും കുറേ പ്രാവശ്യം എക്സാംസിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തോളാം മക്കളെല്ലാവരും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്തോളണം കേട്ടോ. സോ നമുക്ക് സെൽഫായിട്ടൊന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ആൻസറിലേക്ക് ഒന്ന് പോയി നോക്കാം എന്താണെന്നുള്ളത്. എന്താ നമുക്ക് ഇവിടെ ഗാൽവനിക് സെൽ കണ്ടിട്ടുണ്ട് അല്ലെ. നോക്കിയേ, വാട്ട് ഈസ് ദ എനർജി ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ഗാൽവനിക് സെൽ? ഈ ഗാൽവനിക് സെൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? എന്താണ് ഊർജ്ജമാറ്റം എന്ന് പറയുന്നത്? ഇവിടെ നമുക്ക് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന രാസപ്രവർത്തനം നടക്കുകയാണ് ചെയ്യാം. രാസപ്രവർത്തനം നടന്ന എന്തായിട്ട് മാറും? അവിടെ ഒരു കറണ്ട് ആയിട്ട് മാറും അല്ലെ. അപ്പൊ അവിടെ എന്ത് ഊർജ്ജമാറ്റം സംഭവിക്കുന്നത്? വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ എനർജി ഹാപ്പൻ ഡ്യൂറിംഗ് ദ കെമിക്കൽ റിയാക്ഷൻ? ദാറ്റ് മീൻസ് ഇത്രയേ ഉള്ളൂ. എന്താണ് നമുക്ക് അവിടെ കെമിക്കൽ എനർജി എന്താക്കി മാറ്റുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു കേട്ടോ. കെമിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അതായത് മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാസോർജം എന്തായിട്ട് മാറുന്നു? നമുക്ക് വൈദ്യോർജ്ജമായിട്ട് മാറുന്നു. രാസോർജം എന്തായി മാറുന്നു? വൈദ്യോർജ്ജമായിട്ട് മാറുന്നു ചെയ്യുന്നത് കേട്ടോ. അതല്ല ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ അതാണ് നമ്മുടെ ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ആൻസർ കറക്റ്റ് ആണെന്ന് നോക്കാം. നോക്കിയേ, നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് രാസോർജ്ജം വൈദ്യോർജ്ജമായിട്ട് മാറുന്നു. കറക്റ്റ് അല്ല ആൻസർ. കെമിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു ചെയ്യുന്നത് കേട്ടോ. സോ നമുക്ക് വീണ്ടും ഇതിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം നമുക്ക്. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു നമുക്ക്? വിച്ച് ഈസ് ദ ആനോഡ് ഇൻ ദിസ് സെൽ? ഈ സെല്ലിലെ ആനോഡ് എന്താണെന്ന് അല്ലെ. അത് നമുക്ക് വളരെ സുഖമായിട്ട് പറയാൻ പറ്റും. എന്താണെന്നറിയോ? വേറൊന്നുമല്ല, നമുക്ക് നമ്മുടെ റൈറ്റ് സൈഡിൽ, ഇവിടെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നമുക്ക് എന്താണെന്നറിയോ? റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചിട്ടില്ലേ നമ്മളെല്ലാവരും? റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചു കഴിഞ്ഞാണ്. റിയാക്ടിവിറ്റി സീരീസിൽ ഏറ്റവും മുകളിൽ കിടക്കുന്നത് ആരാണോ അവർ ആനോഡും, അടിയിൽ കിടക്കുന്ന ആരായിരിക്കുമോ അവർ കാഥോഡ് ആയിരിക്കുള്ളൂ കേട്ടോ. അപ്പൊ സിങ്ക് അവിടെ കിടക്കുന്നു, ടോപ്പിൽ കിടക്കുന്നതാണ്. കോപ്പർ അവിടെ കിടക്കുന്നു, അടിയിൽ കിടക്കുന്നു അല്ലെ. അപ്പൊ സിങ്ക് ആണ് സംഭവിക്കുക? സിങ്ക് ആണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഈ സൈഡിൽ വരുന്ന ആളെപ്പോഴും ആനോഡ് ആയിരിക്കുള്ളൂ. നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡ് വരുന്ന ആളെന്തായിരിക്കുള്ളൂ? എപ്പോഴും കാഥോഡ് ആയിരിക്കുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ ഒരു കോൺസെപ്റ്റ് എപ്പോഴും നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താ പറയുക, കുറച്ചും കൂടി സയന്റിഫിക് വേയിൽ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പിൽ വരുന്നവരെപ്പോൾ ഇലക്ട്രോൺസ് ലോസ് ആയിരിക്കും. ഇലക്ട്രോൺസ് ലോസ് ആക്കുന്നവർ ആനോഡും ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുന്നവരായിരിക്കുള്ളൂ നമുക്ക് കാഥോഡ് ആയിരിക്കുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? സിങ്ക് ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? സിങ്ക് ആണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. സിങ്ക് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നു കേട്ടോ. നമുക്ക് ആൻസർ കറക്റ്റ് ആണെന്ന് നോക്കാം. ബിയുടെ ആൻസർ എന്താണ്? നമുക്ക് സിങ്ക് കേട്ടോ. ബിയുടെ ആൻസർ നമുക്ക് സിങ്ക് ആണ്. സിങ്ക് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നു. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മുടെ സി ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക് കേട്ടോ. വാട്ട് ഈസ് ദ ഇക്വേഷൻ
what is the equation for the chemical reaction taking place at the anode? ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ്റെ കെമിക്കൽ റിയാക്ഷൻ ഇതാ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആനോഡിൽ എന്താ നടക്കുന്ന മക്കളെ? ആനോഡിൽ വേറെ ഒന്നുമില്ല. ആനോഡിൽ ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകുക അല്ലെ. അതായത് ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകുന്ന പറയുന്നത് എന്താണ്? നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോൺസ് എങ്ങനെ പുറത്തേക്ക് പോകുന്നത്? ഇലക്ട്രോൺസ് ലോസ് ആണ് സംഭവിക്കുക അല്ലെ. അതായത് എന്ത് സംഭവിക്കും? വേറെ ഒന്നുമില്ല. സിങ്ക് എന്തായിട്ട് മാറും? സിങ്ക് ഗീവ്സ് എന്താ? സിങ്ക് 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് എന്തായിട്ട് മാറും? അതിന് പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറും അല്ലെ. ഇതല്ലേ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. ആനോഡിൽ സിങ്ക് എന്ത് സംഭവിക്കും? സിങ്ക് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് സംഭവിക്കും? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തുകൊണ്ട് എന്ത് ചാർജ് ആയിട്ട് മാറും? പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറും. ഇലക്ട്രോൺസ് 2 ലോസ് ആണ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ ആനോഡിൽ എപ്പോഴും ഇലക്ട്രോൺസ് ലോസ് ആണ്. ഇലക്ട്രോൺസ് ലോസ് ആകുന്നത് കൊണ്ടാണ് ആനോഡിൽ എന്ത് ചാർജ് വരും എന്ന് പറയുന്നത്? പോസിറ്റീവ് ചാർജ് വരും എന്ന് പറയുന്നതാണ് കേട്ടോ. അതായത് ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോൺസ് ലോസ് ആയി കഴിയുമ്പോൾ പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺസ് ഗെയിൻ ആകുമ്പോൾ എന്ത് ചാർജ് ആവും? നമുക്ക് നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറുന്നുണ്ട്. സോ നമുക്ക് ആൻസർ കറക്റ്റ് ആണോ നോക്കാം. ആൻസർ നോക്കി, സിയുടെ ആൻസർ കണ്ടോ? ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? സിങ്ക് ഗീവ്സ് സിങ്ക് Zn2++2 ഇലക്ട്രോൺസ് കേട്ടോ. ഇലക്ട്രോൺസ് അതായത് 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് എന്ത് ചാർജ് ആയിട്ട് മാറി? പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറി അല്ലേ. നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. നോക്കുക, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നു നമ്മൾ കേട്ടോ. ഇതിൽ ഏത് ഇലക്ട്രോണിലാണ് ഓക്സിജൻ നടക്കുന്നത് അല്ലെ. അതായത് എന്താണ് അപ്പൊ ഓക്സിജൻ നോക്കാം നമുക്ക്. സാർ നേരത്തെ പറഞ്ഞു ഇലക്ട്രോൺസിന് വിട്ടുകൊടുക്കുന്ന പ്രോസസ് ഇല്ലേ. ഇലക്ട്രോൺസിന് വിട്ടുകൊടുക്കുന്ന പ്രോസസ് നമ്മൾ പറയുന്ന പേരാണ് ഓക്സിഡേഷൻ എന്ന് പറയും. എന്താ പറയുക നമ്മള്? ഓക്സിഡേഷൻ, അല്ലെങ്കിൽ ഇനി മലയാളത്തിൽ പറയുന്ന പേരാണ് ഓക്സീകരണം എന്ന് പറയുന്നത്. നമ്മളിതിന് ഓക്സീകരണം. ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്ന എവിടെയാണോ അവിടെ ഓക്സീകരണം നടക്കുന്നു. ഇനി എന്ത് പറയാ? ഇലക്ട്രോൺസിനെ ആര് സ്വീകരിക്കും? നമ്മുടെ Cu2+ ഇല്ലേ. Cu2++2 ഇലക്ട്രോൺസ് ഗീവ്സ് എന്തായിട്ട് മാറും? Cu ആയിട്ട് മാറും. ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്നത് എവിടെയാണോ ഇലക്ട്രോൺ സ്വീകരിക്കുന്നത് നമ്മൾ പറയുന്ന പേരാണ് റിഡക്ഷൻ എന്ന് പറയും. എന്ത് പറയും? റിഡക്ഷൻ, അതായത് നിരോക്സീകരണം എന്ന് പറയുന്നത്. നമ്മൾ അതിനെ നിരോക്സീകരണം കേട്ടോ. അപ്പൊ ഓക്സീകരണം എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ ദെൻ റിഡക്ഷൻ വെച്ചാൽ നിരോക്സീകരണം കേട്ടോ. അപ്പൊ നമുക്ക് പറയാം എവിടെയാണ് നമുക്ക് ഏത് ഇലക്ട്രോഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്? ആരാണ് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നത്? സിങ്ക് അല്ലേ. സിങ്ക് എന്താണ്? നമുക്ക് ആനോഡാണ് അല്ലെ. അപ്പൊ ആനോഡിലാണ് എന്ത് നടക്കുന്നത്? ഓക്സിഡേഷൻ നടക്കുന്നത് കേട്ടോ. ആനോഡിലാണ് എന്ത് നടക്കുന്നത്? ഓക്സിഡേഷൻ ലീഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. മക്കളൊന്ന് ശ്രദ്ധിച്ചോളണം. ഗാൽവനിക് സെല്ല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗാൽവനിക് സെല്ല് വരയ്ക്കാനും പഠിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഗാൽവനിക് സെല്ലിന്റെ റിയാക്ഷൻസും പഠിച്ചു വെച്ചോളണം കേട്ടോ. അപ്പൊ ആനോഡ് കാഥോഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പഠിക്കണം. കൂടാതെ ആനോഡിൽ നടക്കുന്ന പ്രോസസ്സ്, ആനോഡിൽ എന്താ നടക്കുന്നത്? ആനോഡിൽ ഇലക്ട്രോൺസ് ലോസ് ആണ് നടക്കുന്നത്. ഇലക്ട്രോൺസ് ലോസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോഡ് ഏതാണോ അതാണ് ആനോഡ്. ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്ന ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്ന ഇലക്ട്രോഡ് ഏതാണോ അതാണ് എന്ത് പറയുക നമ്മൾ കാഥോഡ് എന്ന് പറയാം കേട്ടോ. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതായത് അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു കപ്പാസിറ്റി കഴിഞ്ഞ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവേണ്ട. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് 5th ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതാ ഇവിടെ നമുക്ക് നോക്കിയേ, അനലൈസ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ ആൻസർ ടു ദ ഗിവൺ ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ കുറച്ച് ഡയഗ്രാം തന്നിട്ടുണ്ട്. ആ ഡയഗ്രാം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. ഡയഗ്രാം നോക്കിയ ഡയഗ്രാം എന്താ പറയുന്നത്? നമ്മൾ ആദ്യത്തെ ബീക്കർ നോക്കിയ ഫസ്റ്റ് ബീക്കറിൽ എന്താ ഉള്ളത്? നമുക്ക് സിങ്ക് സൾഫേറ്റ് ലൈൻ അല്ലെ, ZnSO4 ലൈൻ ഉണ്ട്, ZnSO4 സൊല്യൂഷൻ ഉണ്ട്. അതിനകത്ത് ഒരു ഇരുമ്പിന്റെ ഒരു അയൺ നെയിൽ കിടക്കുന്നുണ്ട്, ഇരുമ്പിന്റെ ആണി കിടക്കുന്നുണ്ട്, അയൺ നെയിൽ ഉണ്ട്. അതിനകത്ത് ഒരു ഇരുമ്പാണി ഉണ്ട്. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് FeSO4 ഫെറസ് സൾഫേറ്റ് കേട്ടോ. സെക്കൻഡ് നമുക്ക് ഫെറസ് സൾഫേറ്റ് ആണ്. ഈ ഫെറസ് സൾഫേറ്റിനകത്ത് എന്തുണ്ട്? ഒരു അയൺ നെയിൽ ഇട്ടിട്ടുണ്ട് അല്ലെ, ഇരുമ്പിന്റെ ആണി നടക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തത് കോപ്പർ സൾഫേറ്റ് CSO4. ഈ കോപ്പർ സൾഫേറ്റിലും എന്ത് കിടക്കുന്നുണ്ട്? നമ്മൾ ഇരുമ്പിന്റെ ആണി ഇട്ടിട്ടുണ്ട്, ഒരു അയൺ നെയിൽ ഇട്ടിട്ടുണ്ട് അല്ലെ. 3 ടെസ്റ്റ് ട്യൂബ്സ് ഉണ്ട്. ഈ 3 ടെസ്റ്റ് ട്യൂബ്സിൽ നമ്മൾ ഓരോ ഇരുമ്പിന്റെ ആണികൾ വീതം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിലാണെങ്കിൽ നമ്മൾ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അയൺ സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് FeSO4 സൊല്യൂഷൻ ഉണ്ട്, ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ട്. ഇനി മൂന്നാമത്താണെങ്കിൽ നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇതാണ് നമ്മുടെ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് ഈ ഡയഗ്രാം എന്താണ്, ഡയഗ്രത്തിനകത്ത് എന്തൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അല്ലാതെ ഡയഗ്രാം കണ്ട ഉടനെ തന്നെ ക്വസ്റ്റ്യനിലേക്ക് ഓടി പോകരുത്. ഡയഗ്രാം ശരിക്കും ഒന്ന് വിശകലനം, നമ്മൾ ഡയഗ്രാം ശരിക്കും ഒന്ന് വായിച്ചു നോക്കുക. അതായത് അതിനകത്ത് എന്തൊക്കെ തന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ശരിക്കും വായിച്ചു നോക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി എയിം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ എയിലേക്ക് പോകാം. In which the test tube does the color changes occurs in lowered ions? അതായത്
ഏത് ടെസ്റ്റ് ട്യൂബിൽ താഴ്ത്തി വെച്ച ഇരുമ്പാണിയിലാണ് നിറവ്യത്യാസം ഉണ്ടാകുന്നത്? ഓക്കെ, നോക്കിക്കോളൂ കേട്ടാ. ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ്സ് ഡസ് ദ കളർ ചേഞ്ചസ് ഒക്കേഴ്സ് ഇൻ ദ ലോവർ മീൻസ് ഡിപ്ഡ് കേട്ടോ. നമ്മൾ എവിടെയാ ഏത് ടെസ്റ്റ് ട്യൂബിലാണോ നമ്മുടെ ഇരുമ്പിന്റെ ആണി താഴ്ത്തി വെച്ചിരിക്കുന്നത് അവിടെ എന്താ പറയാ ഏത് ഇരുമ്പാണിക്കാണോ കളർ ചേഞ്ച് ഉണ്ടായിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഏത് ടെസ്റ്റ് ട്യൂബിൽ താഴ്ത്തി വെച്ച ഇരുമ്പാണിയിലാണ് നിറവ്യത്യാസം ഉണ്ടായിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ ബി നോക്കുക. ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. റൈറ്റ് ദ നെയിം ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ്. അതായത് ഇവിടെ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ കുറേ ഉണ്ട് കേട്ടോ. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ് നടക്കുന്നത് എന്നാണ് നമ്മുടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മുടെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി സിയിലേക്ക് വരാൻ നമുക്ക് ഈ രാസപ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതുക. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ. അതായത് ഈ റിയാക്ഷന്റെ നമ്മുടെ രാസസമവാക്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വലിച്ചേറി പോസ്റ്റ്മോർട്ടം ചെയ്യാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഏത് ടെസ്റ്റ് ട്യൂബിൽ താഴ്ത്തി വെച്ച ഇരുമ്പാണിയിലാണ് നിറവ്യത്യാസം ഉണ്ടാകുന്നത്? ഓക്കെ, ആൻസറിലേക്ക് നമ്മൾ പോവുകയാണ്. ആൻസറിലേക്ക് വേറെ ഒന്നുമല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? സിങ്ക് സൾഫേറ്റിൽ അയൺ ഡിപ്പ് ചെയ്തു നമ്മൾ. സിങ്ക് ആണോ അയൺ ആണോ നമ്മൾ അടിയിലും മുകളിൽ വരുന്ന കോൺസെപ്റ്റിലേക്ക് എത്തണം നമുക്ക്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ എന്താണ് നമുക്ക് FeSO4ലേക്ക് നമ്മൾ എന്ത് ഡിപ്പ് ചെയ്തിട്ടുണ്ട്? ഇരുമ്പാണി ഡിപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. അവിടെ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. എന്താ കാരണം? ചേഞ്ചസ് റീസൺ എന്ന് പറയുന്നത് രണ്ടും അയൺ തന്നെയാണ് അല്ലെ. രണ്ടും സെയിം ആണ്. ഇവിടെയും അയൺ തന്നെയാണ്, ഇവിടെയും അയൺ തന്നെയാണ്. അപ്പൊ എന്ത് നടക്കില്ല നമുക്ക് അവിടെ? ഒരു കാരണവശാലും ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കില്ല കേട്ടാ. അതായത് ആദേശ രാസപ്രവർത്തനം നടക്കില്ല. ഇനി ഇവിടെ നമുക്ക് എന്തുണ്ട്? കോപ്പറും ഉണ്ട് അയണും ഉണ്ട്. എന്താ പറയുന്നത്? കോപ്പറും അയൺ ഉണ്ട്. അപ്പൊ കോപ്പറും അയൺ വരുമ്പോഴും അപ്പൊ നമുക്ക് 3 ടെസ്റ്റ് ട്യൂബ്സ് നോക്കാം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ്സിന്റെ ഉള്ള നോക്കാം നമുക്ക്. ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിൽ എന്താ പറയുന്നത്? സിങ്ക് സൾഫേറ്റിലേക്ക് ഇരുമ്പിന്റെ ആണി അല്ലെ. അപ്പൊ നമുക്ക് ആ റിയാക്ടിവിറ്റീസ് നോക്കുമ്പോൾ സിങ്ക് ആണോ അയൺ ആണോ ഫസ്റ്റ് കിടക്കുന്നത് നോക്കാം നമുക്ക്. അപ്പൊ നമുക്കറിയാം റിയാക്ടിവ് സീരീസിൽ കിടക്കുന്നത് സിങ്ക് ആണ് ഫസ്റ്റ് കിടക്കുന്നത് അല്ലെ. സിങ്ക് ഫസ്റ്റ് കിടക്കുന്നു, അയൺ രണ്ടാമത് കിടക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നില്ല? അയൺ എന്ത് ചെയ്യില്ല? നമുക്ക് ഇലക്ട്രോൺസിനെ കൊടുത്തുകൊണ്ട് സൾഫേറ്റിനെ അബ്സോർബ് ചെയ്യില്ല. അപ്പൊ ഫസ്റ്റ് നമ്മുടെ എ എന്ന് ടെസ്റ്റ് ട്യൂബ്സ് എന്ത് നടക്കില്ല? റിയാക്ഷൻസ് ഒന്നും നടക്കില്ല. ഇനി ബിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ബിയില് അയൺ ആണ് എന്താ പറയാ സൾഫേറ്റ് സൊല്യൂഷനിലെ മെറ്റാലിക് പോർഷൻ എന്ന് പറയുന്നത് അയൺ ആണ്. അവിടുത്തെ മെറ്റലും തന്നെയാണ് അയൺ തന്നെയാണ്. അവിടെയും എന്ത് നടക്കില്ല? നമുക്ക് റിയാക്ഷൻ ലീഡ് ചെയ്യില്ല കേട്ടാ. ഇനി മൂന്നാമത്തെ നമുക്ക് എന്താണ്? നമ്മുടെ അയൺ ഇരുമ്പ് എവിടേക്കാണ് നമ്മൾ ഡിപ്പ് ചെയ്തിരിക്കുന്നത്? കോപ്പർ സൾഫേറ്റിലേക്ക് അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും? നമുക്ക് നമ്മുടെ അയൺ എന്ന് പറയുന്നത് കോപ്പറിനേക്കാളും മുകളിലാണ് റിയാക്ടിവിറ്റി സീരീസിൽ നടക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? നമുക്ക് അവിടെ നമുക്ക് അയണിന് ചേഞ്ച് ഉണ്ടാവും, കളർ ചേഞ്ച് ഉണ്ടാവും കേട്ടോ. സോ നമുക്ക് റിയാക്ഷൻ ഒന്ന് നോക്കാം. നമുക്ക് റിയാക്ഷൻ വരുമ്പോൾ ഇങ്ങനെ വരുള്ളൂ. നമ്മൾ എന്ത് പറയാ? നമ്മൾ ഡിപ്പ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആ ടെസ്റ്റ് ട്യൂബിലുള്ള എന്താ ഉള്ളത്? ടെസ്റ്റ് ട്യൂബിനകത്തുള്ളത് CSO4 ആണ്. നമ്മുടെ മെറ്റൽ എന്താണ്? നമുക്ക് അയൺ ആണ് അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അയൺ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് അയൺ എന്തായിട്ട് മാറും? Fe2+ പ്ലസ് എന്തായിട്ട് മാറും? 2 ഇലക്ട്രോൺസ് ആയിട്ട് മാറും. Cu ആണെങ്കിലോ Cu2+ പ്ലസ് ഇലക്ട്രോൺസ് റിസീവ് ചെയ്തു എന്തായിട്ട് മാറും? C ആയിട്ട് മാറും. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ Feക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ഇരുമ്പാണില്ലേ ആ അയൺ നൈലിന് എന്താ പറയാ നമ്മുടെ സൾഫേറ്റിന്റെ ഒരു ഡിപ്പോസിഷൻ ഉണ്ടാവുകയും നമ്മുടെ FeSO4ന്റെ കളറ് പതുക്കെ ഫെയ്ഡ് ആവുകയും ചെയ്യും കേട്ടോ. ഓക്കെ, അതാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനം അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? പേരെഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്താണ്? നമ്മൾ വേറെ ഒന്നുമില്ല, നമ്മുടെ CSO4ൽ നിന്ന് SO4നെ ആര് അബ്സോർബ് ചെയ്തു? നമുക്ക് നമ്മുടെ Fe വലിച്ചെടുത്തല്ലേ. അപ്പൊ ഈ റിയാക്ഷൻ നമ്മുടെ ബിയുടെ ആൻസർ ഇതാണ്. എയുടെ ആൻസർ നമ്മുടെ ബിയുടെ ആൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് കേട്ടോ. എന്താണ്? നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ മലയാളത്തിൽ നമ്മൾ പറയുന്ന പേരാണ് ആദേശ രാസപ്രവർത്തനം കേട്ടോ. ഓക്കെ, ആദേശ രാസപ്രവർത്തനമാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനമാണ്. അപ്പൊ ഒന്നാമത്തിൽ നമുക്കറിയാം. ഒന്നാമത്തിൽ നമുക്ക് എന്ത് സംഭവിച്ചു? നമ്മുടെ സി എന്ന് പറഞ്ഞ ടെസ്റ്റ് ട്യൂബിലാണ് എന്തുണ്ടായത്? കളർ ചേഞ്ചസ് ഉണ്ടായത്. എങ്ങനെയാണ് കളർ ചേഞ്ച് ഉണ്ടാവുന്ന റീസൺ എന്ന് പറയുന്നത്? റീസൺ വേറൊന്നല്ല, CSO4ൽ സിയുനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണ് Feക്ക്. അപ്പൊ അതുകൊണ്ട് സംഭവിക്കും Fe ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തുകൊണ്ട് എന്താ പറയാ അവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുകയും എന്ത് സംഭവിക്കും? നമുക്ക് നമ്മുടെ CSO4ന്റെ നിറം അതായത് ബ്ലൂ കളർ ഉണ്ടല്ലോ അത് ഫെയ്ഡ് ആവുകയും മങ്ങുകയും
നമ്മുടെ അയണിലേക്ക് കളർ എന്ത് ചെയ്യുന്നുണ്ട്, പറ്റിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതിന്റെ റീസൺ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താ ആ റിയാക്ഷന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. റിയാക്ഷന്റെ പേര് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ അല്ലേ. ഇനി നമുക്ക് എന്തുണ്ട്, ഈ രാസപ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നോക്കുക, നമ്മുടെ ആ രാസപ്രവർത്തന സമവാക്യം നോക്കുക, സെയിം തന്നെ കേട്ടോ. സിയുടെ ആൻസർ ഇതാണ് നമ്മുടെ സിയുടെ ആൻസർ എന്ന് പറയുന്നത്. എന്താണ് നമുക്ക് ആ രാസപ്രവർത്തന സമവാക്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സെയിം ആൻസർ തന്നെയാണ് കേട്ടോ. കാരണം നമ്മുടെ എയിൽ ചോദിക്കുന്ന ആൻസർ എന്താണ്, ഏത് ടെസ്റ്റ് ട്യൂബിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ബി എന്ന് പറഞ്ഞ ടെസ്റ്റ് ട്യൂബ്സിനാണ് സി എന്ന് പറഞ്ഞ ടെസ്റ്റ് ട്യൂബിനാണ് ചേഞ്ച് സംഭവിച്ചിരിക്കുന്നത്. സിക്കാണ് ചേഞ്ച് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ കളർ വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണം ആണ് ഈ കിടക്കുന്നത്. എന്താണ് കാരണം എന്ന് പറയുന്നത്, എഫ് സിയുനേക്കാളും എന്താണ് റിയാക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് എഫ് എന്തെയും ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തുകൊണ്ട് എന്ത് സംഭവിക്കും, നിറവ്യത്യാസത്തിന് കാരണമാകുന്നു. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, അല്ലെങ്കിൽ അത് നമ്മൾ പറയുന്ന പേരാണ് ആദേശ രാസപ്രവർത്തനം എന്ന് പറയും കേട്ടോ. അപ്പൊ ഓർത്ത് വെച്ചോളണം, ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആദേശ രാസപ്രവർത്തനവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിയാക്ടിവിറ്റി സീരീസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോർഷൻസ് ഒരു കാരണവശാലും നമ്മൾ ആരും സ്കിപ്പ് ചെയ്ത് അതെന്ത് ചെയ്തോളണം, മസ്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളണം കേട്ടോ. ഒരു കാര്യം കൊണ്ട് സാർ പറയാണ്, ആ റിയാക്ടിവിറ്റി സീരീസ് ഇല്ലേ, റിയാക്ടിവിറ്റി സീരീസ് മസ്റ്റ് ആയിട്ട് പഠിച്ചോളണം. റിയാക്ടിവിറ്റി സീരീസ് എവിടെയെങ്കിലും നമുക്ക് ഒന്ന് മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ആൻസറും തെറ്റിപ്പോകും കേട്ടോ. സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എ കോപ്പർ റിംഗ് ഇസ് കോട്ടഡ് വിത്ത് സിൽവർ യൂസിങ് ഇലക്ട്രോപ്ലേറ്റിംഗ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കോപ്പർ അല്ലെ, ഒരു ഇലക്ട്രോപ്ലേറ്റിംഗ് ഉപയോഗിച്ച് ഒരു ചെമ്പിന്റെ വളയിൽ സിൽവറിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, കോട്ട് ചെയ്യാൻ പോകുന്നു ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോളണം. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്, എ കോപ്പർ റിംഗ് ഇസ് കോട്ടഡ് വിത്ത് സിൽവർ യൂസിങ് ഇലക്ട്രോപ്ലേറ്റിംഗ്. അതായത് ഇലക്ട്രോപ്ലേറ്റിംഗ് ഉപയോഗിച്ച് ഒരു ചെമ്പ് വളയിൽ സിൽവറിന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ആവരണം ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നോക്കുക, which metal is connected to the negative terminal of the battery in this circuit. അതായത് ഈ പ്രക്രിയയിൽ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്ന ലോഹം ഏതാണ്. ഓക്കെ, നെഗറ്റീവ് ടെർമിനൽ ഇടാ. നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർത്ത് വെച്ചോളാം, നെഗറ്റീവ് ടെർമിനൽ എന്താ നമ്മൾ അറിയാം. ഓക്കെ, അതോടെ ഇരിക്കട്ടെ. നെഗറ്റീവ് പോസിറ്റീവ് ടെർമിനൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി. അതോടെ ഇരിക്കട്ടെ, നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാൻ പറയാം കേട്ടോ. ക്വസ്റ്റ്യനിലേക്ക് വരാം നമുക്ക്. വിച്ച് ഇലക്ട്രോലൈറ്റ് ഈസ് യൂസ്ഡ് ഹിയർ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ്. ഓക്കെ, ഇലക്ട്രോലൈറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ക്വസ്റ്റ്യൻ സി ആണ്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ കെമിക്കൽ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ പോസിറ്റീവ് ഇലക്ട്രോഡ് അല്ലെ. അതായത് പോസിറ്റീവ് ഇലക്ട്രോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയുമാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് വരികയാണ് നമ്മൾ. ഓക്കെ, വിച്ച് മെറ്റൽ ഇസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ഇൻ ദി സർക്യൂട്ട്. അതായത് നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുമ്പോൾ ഏതാണ് നമുക്ക് കാഥോഡ് കേട്ടോ. പോസിറ്റീവ് ടെർമിനൽ ഏതാണ് നമുക്ക് ആനോഡ്. അപ്പൊ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ എന്തിലേക്കാണോ കോട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതിലേക്കാണോ നമ്മൾ ആവരണം ചെയ്യേണ്ടത് അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ എന്തിലേക്കാണ് നമ്മൾ പ്ലേറ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ സിൽവർ ഉപയോഗിച്ചുകൊണ്ട് കോപ്പർ റിംഗ് അല്ലെ, അതായത് ചെമ്പ് വളയിലേക്കാണ് നമ്മൾ കോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ കാഥോഡായിട്ട് കണക്ട് ചെയ്യേണ്ടത്, കാഥോഡായിട്ട് എടുക്കേണ്ടത് എന്തായിരിക്കണം, ചെമ്പ് വള അല്ലെങ്കിൽ കോപ്പർ റിംഗ് ആയിരിക്കണം കേട്ടോ. കാഥോഡായിട്ട് എപ്പോഴും എടുക്കേണ്ടത് ചെമ്പ് വള അല്ലെങ്കിൽ കോപ്പർ റിംഗ് ആയിരിക്കണം. ഓക്കെ, സോ അപ്പൊ നമുക്ക് ആൻസർ കറക്റ്റ് ആണെന്ന് നോക്കാം. ആൻസർ കറക്റ്റ് ആണ്, ചെമ്പ് വള അല്ലെങ്കിൽ നമ്മൾ കോപ്പർ റിംഗ് ആണ് എന്തായിട്ട് എടുക്കേണ്ടത്, നമ്മൾ നമ്മുടെ നെഗറ്റീവ് ടെർമിനൽ. മക്കളെ ഈ നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, കാഥോഡാണ് കേട്ടോ. കാഥോഡായിട്ട് എന്തെടുക്കണം, ഇനി ആനോഡായിട്ട് എന്തെടുക്കണം. ഇവിടുത്തെ ആനോഡ് എന്തായിരിക്കുള്ളൂ, നമുക്ക് ആനോഡ് എന്ന് പറയുന്നത് നമ്മുടെ സിൽവർ അല്ലെ, വെള്ളി അല്ലെ. സിൽവർ അല്ലെങ്കിൽ വെള്ളി എന്ന് പറയുന്നത് നമ്മൾ സിൽവർ അല്ലെങ്കിൽ വെള്ളിയാണ് എന്ത് പറയുന്നത് നമ്മുടെ ആനോഡ്. കാഥോഡ് എന്ന് പറയുമ്പോൾ കോപ്പർ അല്ലെങ്കിൽ ചെമ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇടാം. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ് നമ്മൾ പഠിച്ചു വെച്ചോളൂ കേട്ടോ. നമ്മുടെ മെറ്റീരിയലും ടെക്സ്റ്റ് ബുക്കിലും കിടക്കുന്നുണ്ട് ഇലക്ട്രോലൈറ്റുകൾ. ഓരോന്നിനും ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണെന്നുള്ളത് നമ്മുടെ മെറ്റീരിയലും ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതൊന്ന് കുറച്ചൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ബൈഹാർട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സിൽവർ നൈട്രേറ്റ് ലൈനാണ് ഉപയോഗിക്കുക കേട്ടോ. സിൽവർ നൈട്രേറ്റ് ലൈൻ അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സിൽവർ നൈട്രേറ്റ് ലൈനിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ സിൽവർ സൈനൈഡ് ലൈനിലൂടെയും മിക്സർ ആണ് യൂസ് ചെയ്യാറ് കേട്ടോ. നോക്കിയേ, സിൽവർ നൈട്രേറ്റ് ലൈൻ അല്ലെങ്കിൽ നമ്മൾ സിൽവർ നൈട്രേറ്റ് ലൈനിലൂടെയും സിൽവർ സൈനൈഡ് ലൈനിലൂടെയും മിക്സർ കേട്ടോ. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഓർ ദ മിക്സർ ഓഫ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആൻഡ് സിൽവർ സൈനൈഡ് സൊല്യൂഷൻ കേട്ടോ. ഈ മിക്സറാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. പോസിറ്റീവ് ഇലക്ട്രോഡ് നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ രാസസമവാക്യം പറഞ്ഞിട്ട്. പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ ആനോഡാണ് അല്ലെ. ആനോഡിൽ എന്താ സംഭവിക്കുന്നത്,
ആനോഡിൽ വേറൊന്നുമില്ല, ആനോഡിൽ നിന്ന് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നു. ആനോഡിൽ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസ് ലോസ് ആണ് ഉണ്ടാവുക അല്ലെ. ഇലക്ട്രോൺസ് ലോസ് ഉണ്ടാവുന്ന ഇലക്ട്രോഡ് ഏതാണ്? ആനോഡാണ്. ഇലക്ട്രോൺസ് ലോസ് ഉണ്ടാവുന്ന ഇലക്ട്രോഡ് ആനോഡാണ്. അപ്പൊ ആനോഡിൽ എന്താ സംഭവിക്കുക? ആനോഡിൽ എന്താ ഉള്ളത്? നമുക്ക് സിൽവർ അല്ലേ. സിൽവർ പതുക്കെ 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കും. സിൽവർ എന്ത് ചെയ്യുന്നുണ്ട്? പതുക്കെ 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തു. അതായത് AG ഇലക്ട്രോൺസ് വിട്ടുകൊടുത്ത് എന്തായിട്ട് മാറും? Ag2+ അല്ലെങ്കിൽ Ag+ഉം 1 ഇലക്ട്രോൺസ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ ചെയ്യാം കേട്ടോ. നമ്മുടെ ആൻസറിലേക്ക് ഒന്ന് വരാം. ആൻസർ നോക്കിയോളൂ. എന്താ പറയുന്നത്? Ag gives Ag++ 1 ഇലക്ട്രോൺസ് ഉണ്ടാ. ഓക്കെ, ഇതാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് മക്കളെ നമ്മുടെ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ എല്ലാം മക്കളും നല്ല അടിപൊളിയായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക. ഓക്കെ, എക്സാം ഒക്കെ നല്ല അടിപൊളിയായിട്ട് എഴുതാം കേട്ടോ. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.